നമസ്കാരം, ഞാൻ ഡോക്ടർ എൽ ടി ലക്ഷ്മി, MD ആൻഡ് CEO, ദേവകി ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക്സ്. അഭ്യംഗം അഥവാ എണ്ണ തേപ്പ് എന്ന ദിനചര്യ കേരളീയർ സ്ഥിരമായി ചെയ്തിരുന്നതും എന്നാൽ ഇപ്പോൾ തിരക്ക് മൂലം മറന്നുപോയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ദിനചര്യയാണ്. ശരിക്കും കേരളത്തിലെ സ്ത്രീകളുടെ സൗന്ദര്യം വർണ്ണിക്കുമ്പോൾ തന്നെ ഉടുരാജമുഖി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ശരിക്കും ഈ തലയിൽ തേക്കുന്ന എണ്ണ, അത് മുഖത്തിന് തരുന്ന ഗ്ലോ, ഇതെല്ലാം സ്ത്രീ സൗന്ദര്യം ഡിസ്ക്രൈബ് ചെയ്ത് തന്നെ പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു. കവികളൊക്കെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിലൊക്കെയുള്ള എണ്ണ തേപ്പും സൗന്ദര്യവുമായിട്ട് ശരിക്കും വളരെ വലിയൊരു ബന്ധമാണുള്ളത്. നമ്മുടെ സ്കിന്നിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാനും മനസ്സിനും ശരീരത്തിനും ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടാനും ഈ ഇത്തരത്തിലുള്ള എണ്ണ തേപ്പും കുളിയും ഒക്കെ വളരെ വിശേഷപ്പെട്ടതാണ്. അഭ്യംഗം അഥവാ എണ്ണ തേപ്പിൻ്റെ ഗുണങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് അഭ്യംഗം ആചരേത് നിത്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ എന്നും ദിനചര്യയുടെ ഭാഗമായി ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അഭ്യംഗം. പക്ഷെ അത് ആരോഗ്യമുള്ള ഒരു വ്യക്തിയിലാണ് ഇത്തരത്തിൽ അഭ്യംഗം ഡെയിലി ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ചില രോഗാവസ്ഥകളിൽ അഭ്യംഗം നിഷിദ്ധമാണ്, ചെയ്യാൻ പാടില്ല. അത് പ്രധാനമായും ശിരഹ ശ്രവണ പാദേഷു തം വിശേഷേണ ശീലയേതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ തലയിലും കാൽപാദങ്ങളിലും ചെവിയിലും പ്രധാനമായും എണ്ണ തേച്ച് കുളിക്കേണ്ടതാണ് എന്ന് ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നമ്മൾ തലയിൽ അഭ്യംഗം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ശിരോരോഗങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല, തലവേദന ഉണ്ടാകുന്നില്ല, നമുക്ക് ബുദ്ധിക്കും ഓർമ്മയ്ക്കും ഒക്കെ ഒരു ഉണർവ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹെയറിൻ്റെ ഗ്രോത്തിന് ഒക്കെ വളരെ നല്ലതാണ്, നല്ല ഉറക്കം കിട്ടുന്നു. ഇതൊക്കെ നമുക്ക് ശിരോ അഭ്യംഗം കൊണ്ട് തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നത് കൊണ്ട് കിട്ടുന്ന ഗുണങ്ങളാണ്. നമുക്കൊരു ഒരു ശാന്തത, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം, ഒരു ആക്റ്റീവായി ഇരിക്കാൻ, നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കാൻ എപ്പോഴും സഹായിക്കുന്ന ഒരു കാര്യമാണ് ശിരോ അഭ്യംഗം. അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കർണ അഭ്യംഗം അഥവാ ശ്രവണ അഭ്യംഗം. അതായത് നമ്മൾ ചെവിയിൽ എണ്ണ തേച്ച് കുളിക്കുന്നതിനെ പറ്റിയാണ് ആചാര്യൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. ചെവിയിൽ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ എന്തെല്ലാമെന്ന് സംഹിതകളിൽ വിശേഷമായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മൾ കേൾവിശക്തി കൂടുന്നു എന്ന് പറയുന്നു, കൂടാതെ നമുക്ക് പക്ഷാഘാതം പോലെയുള്ള രോഗങ്ങൾ വരുന്നില്ല എന്ന് വളരെ വ്യക്തമായി സംഹിതകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞാൻ വിചാരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചില മർമ്മ പോയിന്റ്സ് ഉണ്ട്. അതായത് ശൃംഗാടകം പോലെയുള്ള മർമ്മങ്ങൾ, അതുപോലെ വിതുര എന്ന് പറയുന്ന നമുക്ക് കേൾവിശക്തിയെ കൂട്ടുന്ന ചില മർമ്മങ്ങളെല്ലാം ഇതിൻ്റെ എക്സ്റ്റേണൽ ആസ്പെക്റ്റ് ഓഫ് ഇയറിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഏരിയയിൽ സ്ഥിരമായി ഒരു ന്യൂട്രീഷൻ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കുളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊക്കെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മെ അത് സഹായിക്കും എന്നുള്ളതായിരിക്കും അതിൻ്റെ ലോജിക്കലായിട്ടുള്ള കാര്യം. നെക്സ്റ്റ് പറയുന്നത്, പ്രധാനമായും ആചാര്യൻ പറയുന്നത് പാദ അഭ്യംഗത്തിനെ പറ്റിയാണ്. അതായത് നമ്മൾ കാലിൽ എണ്ണ തേച്ച് കുളിക്കുന്നതിൻ്റെ പ്രാധാന്യത്തിനെ പറ്റിയാണ്. കാലിൽ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ പ്രധാനമായും നമുക്കെല്ലാവർക്കും അറിയാം, കാല് എന്ന് പറയുമ്പോൾ എപ്പോഴും പറയും കാല് വൃത്തിയായി സൂക്ഷിച്ചാൽ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നില്ലേ. അപ്പോൾ ആ നെർവ് എൻഡിങ്സിൻ്റെ ഒക്കെ സ്റ്റിമുലേഷനും ഒക്കെ കൊടുക്കാനായിട്ട് നമുക്ക് ശരിക്കും കാലിൽ നമ്മൾ എണ്ണ ഓയിൽ അപ്ലൈ ചെയ്ത് ഓരോരുത്തർക്കും ഓരോ ശരീരപ്രകൃതിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓയിൽ അപ്ലൈ ചെയ്ത് കുളിക്കുന്നത് ഏറ്റവും പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് പാദവുമായി ബന്ധപ്പെട്ട പെയിൻഫുൾ ആയിട്ടുള്ള അസുഖങ്ങൾ, ബോഡിയിൽ വരുന്ന പെയിനെയൊക്കെ കുറയ്ക്കാനായിട്ട്, വാതരോഗങ്ങളെ, അതുപോലെ വാതകണ്ഠകം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാൽക്കേനിയൽ സ്പർ പോലെയൊക്കെയുള്ള ചില ഡിസോർഡേഴ്സ് ഉണ്ടല്ലോ, ഇതൊക്കെ വരുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുമെന്ന് നമുക്ക് സംഹിതകളിൽ പറയുന്നുണ്ട്. അപ്പോൾ പാദ അഭ്യംഗവും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ക്രാക്ക് ഫുഡ്സ് ഒക്കെ ഉണ്ടാകാതിരിക്കാൻ എപ്പോഴും നല്ലതല്ലേ നമ്മൾ കാലിൽ കൂടി കുറച്ച് എണ്ണ അപ്ലൈ ചെയ്ത് കുളിക്കുന്നത്. ഇനി ഇത് എങ്ങനെ നമുക്കിപ്പോൾ പ്രാക്ടിക്കലി എങ്ങനെ ചെയ്യാം? ഇപ്പോഴത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കുറേ നേരം നിന്ന് ഒക്കെ കുളിക്കാൻ നമുക്ക് ചിലപ്പോൾ സമയം കിട്ടണമെന്നില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റും. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നമുക്കിത് ശീലിക്കാൻ പറ്റും. ഒരു 15 മുതൽ 30 മിനിറ്റ് വരെയെങ്കിലും ഒരു സമയത്ത് നമുക്ക് എണ്ണ തേച്ച് നിന്നിട്ട് സ്നാനം അഥവാ കുളിയിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു അഭ്യംഗം ശീലിക്കുന്നത് കൊണ്ട്, നമുക്കൊരു 3 days ഒക്കെ തന്നെ വീക്കിലി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ വളരെ യങ്ങായിട്ടിരിക്കും. നമുക്ക് മറ്റ്
പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല. കാരണം നമ്മുടെ സർക്കുലേഷനൊക്കെ നന്നാകും നമ്മൾ ഈ അഭ്യംഗം ചെയ്യുമ്പോഴേക്കും. അതുപോലെ സ്റ്റിഫ്നെസ്, ജോയിൻറ്റ് സ്റ്റിഫ്നെസ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മാറും. മറ്റ് വാതരോഗങ്ങളൊന്നും വരാതിരിക്കും. സന്ധിഗതവാദം പോലെയുള്ള അസുഖങ്ങളുണ്ടല്ലോ നമ്മുടെ ജോയിൻസിനെയൊക്കെ അഫക്റ്റ് ചെയ്ത് വരുന്നത്, അതൊക്കെ വരാതെ നമ്മളെ വളരെ ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. ഒപ്പം നമ്മുടെ സൗന്ദര്യം നിലനിർത്തുന്നതിൽ, എപ്പോഴും സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റം നമ്മുടെ സൗന്ദര്യം നിലനിർത്തുന്നതിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ വളരെ ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും അനുയോജ്യമായ എണ്ണ ഏതാണെന്ന് ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം കുറിച്ച് വാങ്ങി അത് സ്ഥിരമായി ശീലിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ത്വക്കിൻ്റെ ആരോഗ്യവും നിലനിർത്താം, ഒപ്പം സൗന്ദര്യവും നിലനിർത്താം. എന്നാൽ അഭ്യംഗം ചെയ്തുകൂടാത്ത ചില ആൾക്കാരുണ്ട്. അവർ ആരൊക്കെയെന്നും ആചാര്യൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ കഫരോഗങ്ങൾ ഉള്ളവർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കഫക്കെട്ടൊക്കെ ഉള്ളവർ, ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ ഉള്ളവർ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ എണ്ണ തേച്ച് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഇൻഫെക്ഷൻ കൂടും അല്ലേ? അപ്പോൾ അതുകൊണ്ട് കഫരോഗമുള്ളവർ പ്രധാനമായും അഭ്യംഗം വർജിക്കേണ്ടുന്നതാണ്. അതോടൊപ്പം തന്നെ അജീർണം എന്ന് പറഞ്ഞൊരു രോഗാവസ്ഥ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. നമുക്ക് ദഹിക്കുന്നില്ല, ഫുഡൊന്നും ഡൈജസ്റ്റ് ചെയ്യുന്നില്ല, നമ്മളതൊരു ആമത്വം അങ്ങനെയൊക്കെയുള്ളൊരു കണ്ടീഷനിലേക്ക് ബോഡി പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ അഗ്നി കുറവായിരിക്കും. അഗ്നി കുറവെന്നാണ് ആയുർവേദത്തിൽ പറയുക. അതായത് നമുക്ക് ഡൈജസ്റ്റീവ് എൻസൈംസ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ആ അവസ്ഥയിൽ നമ്മൾ ഇതുപോലെ അഭ്യംഗമൊക്കെ ചെയ്ത് കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ കണ്ടീഷൻ കൂടും. സോ അത്തരത്തിലുള്ള കണ്ടീഷൻസിലുള്ളവർ ഈ അഭ്യംഗം ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രധാനമായും നമുക്ക് ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന ആൾക്കാർ, അതായത് ഇപ്പോൾ നമ്മൾ ആയുർവേദത്തിൽ പഞ്ചകർമ്മയിൽ പറയും വമനം വിരേചനം ഒക്കെ ചെയ്തിരിക്കുന്നവർ ടയേർഡായിരിക്കും കുറച്ച്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ ഈ അഭ്യംഗം പോലെയുള്ള പ്രൊസീജിയർ, ഇത് നമ്മൾ കുറച്ച് എസേഷണൽ ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അപ്പോൾ അത് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത് നല്ലതല്ല. പഞ്ചകർമ്മയിൽ ഇതൊരു പൂർവ്വകർമ്മമായിട്ട് അഭ്യംഗം ഉപയോഗിക്കുന്നുണ്ട്. അത് നമ്മൾ ഒരു ഡിസീസിന് ട്രീറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന അഭ്യംഗമാണ്. അത് നമ്മൾ ഡെയിലി റുട്ടീനിൽ പറയുന്നതല്ല. ഡെയിലി റുട്ടീനിൽ ഉപയോഗിക്കുന്ന ഓയിലുകളായിരിക്കത്തില്ല. അത്തരത്തിൽ പഞ്ചകർമ്മയിൽ നമ്മൾ തടവൽ ഉപയോഗിക്കുന്ന, അതായത് അഭ്യംഗത്തിന് ഉപയോഗിക്കുന്നത്, അത് എല്ലാം വ്യത്യാസമായിരിക്കും. എല്ലാം ഓരോന്നും ഓരോ പേഷ്യൻറ്റിൻ്റെ ക്ലിനിക്കൽ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും വൈദ്യൻ നിർദ്ദേശിക്കുന്നത്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന, അഭ്യംഗത്തിന് തേച്ച് കുളിക്കാൻ പറ്റുന്ന പലതരത്തിലുള്ള എണ്ണകളുണ്ട്. സർവാംഗ തൈലം, അതുപോലെ ഏലാദി, നാൽപ്പാമരാതി മുതലായ തൈലങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു നമ്മുടെ പ്രകൃതിയൊക്കെ അനുസരിച്ച് ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം തീർച്ചയായും വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും സ്ഥിരമായി പറഞ്ഞ പോലെ ആഴ്ചയിലൊരു 3 ദിവസമെങ്കിലും ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മുടെ ശരീരത്തിന് വേണ്ടി ചിലവഴിച്ച് കഴിഞ്ഞാൽ ആരോഗ്യവും സൗന്ദര്യവും നമുക്ക് മെച്ചപ്പെടുത്തി അത് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.